നമസ്കാരം ഡിയർ സ്റ്റുഡൻസ്, NIOS Plus Two History എക്സാം ഒക്ടോബർ 2022 ഒക്ടോബറിലേക്കുള്ള എക്സാമിൽ നമ്മൾ ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദ റീസൺസ് ഫോർ റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിന് സംഭവിക്കുന്നതിന് എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ മനസ്സിലാക്കി. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1917 ഒക്ടോബറിലാണ് റഷ്യൻ വിപ്ലവം നടന്നത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും തിളക്കമാർന്ന സംഭവങ്ങളിൽ ഒന്നായിട്ടാണ് റഷ്യൻ വിപ്ലവത്തെ കണക്കാക്കുന്നത്. ഇതിൻ്റെ ഫലമായി എന്ത് സംഭവിക്കാൻ, ലോകത്തിൽ ആദ്യമായി ഒരു സോഷ്യലിസ്റ്റ് രാജ്യം ഉദയം ചെയ്യുകയും റഷ്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി തീരുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ തിളക്കമാർന്ന സംഭവങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഒരിക്കലും വിപ്ലവം, ഇപ്പോൾ റഷ്യൻ വിപ്ലവം ആയാലും ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയി എങ്കിലും വിപ്ലവങ്ങളെയൊക്കെ നമ്മൾ ഒരിക്കലും നല്ല വിപ്ലവം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. പക്ഷേ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമുക്കിങ്ങനെ പറയാൻ സാധിക്കില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി റഷ്യ മാറിയതും ഒരു സോഷ്യലിസ്റ്റ് രാജ്യം ഉദയം ചെയ്യുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഈ സംഭവത്തെ എന്തെന്ന് പറയുന്ന തിളക്കമാർന്ന സംഭവം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കാൾ മാർക്സിൻ്റെ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വിജയകരമായി പര്യവസാനിച്ച ലോകത്തിലെ ആദ്യത്തെ സായുധ ജനകീയ മുന്നേറ്റമായിരുന്നു റഷ്യൻ വിപ്ലവം. ഒന്നുകൂടി പറഞ്ഞുതരാം. 1917 ഒക്ടോബറിലാണ് റഷ്യൻ വിപ്ലവം അരങ്ങേറിയത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും തിളക്കമാർന്ന സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്തായിരുന്നു? ലോകത്തിലാദ്യമായി ഒരു സോഷ്യലിസ്റ്റ് രാജ്യം ഉദയം ചെയ്യുകയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി റഷ്യ മാറുകയും ചെയ്തു. അതുപോലെ കാർൽ മാർക്സിൻ്റെ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വിജയകരമായി പര്യവസാനിച്ച ലോകത്തിലെ ആദ്യത്തെ സായുധ ജനകീയ മുന്നേറ്റമായിരുന്നു റഷ്യൻ വിപ്ലവം. ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കോസസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ. ഫസ്റ്റ് എന്ന് പറയുന്നത് സാറിസ്റ്റ് സ്വേച്ഛാധിപത്യ ഭരണം. റഷ്യയിലെ ചക്രവർത്തിമാർ, അവരെ അറിയപ്പെട്ടിരുന്ന പേരെന്തെന്ന്, അവരെ സാർ ചക്രവർത്തിമാരല്ലേ, അങ്ങനെയായിരുന്നു അവരെ വിളിച്ചിരുന്നത്. അപ്പോൾ ഈ സാർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യ ഭരണം, റഷ്യയിൽ പരമ്പരാഗതമായി ഈ സാർ ചക്രവർത്തിമാരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ഇവരുടെ സ്വേച്ഛാധിപത്യ ഭരണം എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് അസഹിഷ്ണുത സൃഷ്ടിക്കുന്നു, ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തതിന് അപ്പുറമാവുന്നു. അങ്ങനെ ഇത് വിപ്ലവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുകയാണ്. ഈ ചക്രവർത്തിമാർക്ക് ജനങ്ങളോട് യാതൊരുവിധ കടപ്പാടോ ഉത്തരവാദിത്വമോ ഒന്നും ഉണ്ടായിരുന്നില്ല. രാജ്യത്തിലെ ഉദ്യോഗസ്ഥർക്കാകട്ടെ ജനങ്ങളോടായിരുന്നില്ല, മറിച്ച് ആരോടായിരുന്നു? ഈ രാജാക്കന്മാരോടായിരുന്നു കടപ്പാട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവിടുത്തെ ദുരിതങ്ങളെല്ലാം അനുഭവിച്ചിരുന്നത് എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പറയുന്നത് പോലെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങളായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ അഭിലാഷങ്ങളെ ഇവർ അടിച്ചമർത്തിയിരുന്നു. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ ജീവിതത്തിൽ മുന്നേറുന്നതിനുള്ള യാതൊരുവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം രാജാവിനെതിരെ ഒരു അതൃപ്തി ജനങ്ങളിൽ സൃഷ്ടിക്കുകയാണ്. പ്രതികരിക്കുവാനോ അസംബ്ലി കൂടുവാനോ ഒന്നും ജനങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് സാറിസ്റ്റ് സ്വേച്ഛാധിപത്യ ഭരണം, ആ ഹെഡിങ് അത് എഴുതിയിട്ട് വേണം എഴുതാൻ. റഷ്യയിലെ പരമ്പരാഗത സാർ ചക്രവർത്തിമാരുടെ ദുർഭരണം അല്ലേ, അത് വിപ്ലവത്തിന് കാരണമായി മാറി. പ്രധാന ഘടകം അതായിരുന്നു. ഇവർക്ക് ജനങ്ങളോട് യാതൊരു കടപ്പാടും ഉണ്ടായിരുന്നില്ല. അതുപോലെ രാജ്യത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കാകട്ടെ ജനങ്ങളോടല്ല, മറിച്ച് ആരോടായിരുന്നു? രാജാവിനോടായിരുന്നു കൂറ്. അപ്പോൾ ജനങ്ങളുടെ അഭിലാഷങ്ങളെയൊക്കെ ഇവർ അടിച്ചമർത്തി. ജനങ്ങൾക്ക് പ്രതികരിക്കുവാനോ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അവർ അസംബ്ലി ചേരാറുണ്ടല്ലോ, അപ്പോൾ അതിനൊന്നുമുള്ള സ്വാതന്ത്ര്യം, അനുവാദമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ടാമത്തേത് കർഷകരുടെ ആവലാതികൾ. 19-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ എമ്പാടും ഫ്യൂഡലിസം അപ്രത്യക്ഷമായി. എങ്കിലും ഫ്യൂഡലിസം നമുക്കറിയാം കൃഷിഭൂമിയല്ല, ഏതാനും കുറേ ആൾക്കാർ, മുതലാളിമാരുടെ കൈകളിൽ ഇരുന്നൊരവസ്ഥ അല്ലേ. അപ്പോൾ 19-ാം നൂറ്റാണ്ടോടുകൂടി ഇതിൽ ഏകദേശമൊക്കെ ഒരു അവസാനം ഉണ്ടായി, അപ്രത്യക്ഷമുണ്ടായി അല്ലെങ്കിൽ അപ്രത്യക്ഷമായി. എങ്കിലും
റഷ്യയിൽ ഈ സംവിധാനം തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ റഷ്യൻ കാർഷിക രംഗം ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. വളരെ കുറച്ച് ഭൂമി മാത്രമേ കർഷകർക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അമിതമായ നികുതികൾ ആർക്ക് കൊടുക്കണമായിരുന്നു? ഈ കർഷകർ അധികാരികൾക്ക് നൽകണമായിരുന്നു. അവരുടെ ഉപജീവനത്തിനുള്ള വക പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അവരവർക്ക് ആവശ്യത്തിനുള്ളത് ഉൽപ്പാദിപ്പിച്ച് മിച്ചം വരുന്നെങ്കിലല്ലേ രാജാവിനും അധികാരികൾക്ക് കൊടുക്കാൻ കഴിയൂ. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ളത് പോലും എവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവർക്ക് സ്വന്തമായിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്തു? ജനങ്ങൾക്ക് പട്ടിണിയിലും പരിവട്ടത്തിലും ഒക്കെ ആയിത്തീരുകയും രാജാക്കന്മാരോടുള്ള എതിർപ്പിന് ഏറ്റവും കൂടുതൽ കാരണമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. 19-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഫ്യൂഡലിസം അപ്രത്യക്ഷമായെങ്കിലും റഷ്യയിൽ അപ്പോഴും ആ സംവിധാനം തുടർന്നു പോകുന്നു. റഷ്യയിലെ കാർഷിക രംഗം എന്ന് പറയുന്നത് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൈകളിൽ തന്നെയായിരുന്നു. വളരെ കുറച്ച് ഭൂമിയെ ആർക്ക് കൊടുത്തിരുന്നുള്ളൂ? കർഷകർക്ക് കൊടുത്തിരുന്നുള്ളൂ. ബാക്കി ഭൂമി മുഴുവനും ഈ പ്രഭുക്കന്മാരുടെ ഭൂവുടമകളുടെ കയ്യിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ കർഷകർക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികമായിരുന്നു അവർക്ക് അധികാരികൾ ഏർപ്പെടുത്തിയ നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഉപജീവനത്തിനുള്ള വക പോലും ഉൽപ്പാദിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞിരുന്നില്ല? ഈ പാവപ്പെട്ട കർഷകർക്ക് കഴിഞ്ഞിരുന്നില്ല. നികുതി ഭാരം കൊണ്ടായാലും അതുപോലെ തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഏറിയ പങ്കും ആർക്ക് കൊടുക്കണം? പ്രഭുക്കന്മാർക്ക് കൊടുക്കണം. അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ്? ദാരിദ്ര്യത്തിലേക്ക് മാറുകയാണ്. ഇത് റഷ്യൻ ജനത എന്ത് ചെയ്യുന്നു? വിപ്ലവത്തിന് അല്ലെങ്കിൽ സാർ ചക്രവർത്തിമാർക്കെതിരെ തിരിയുന്നതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണമായിരുന്നു. മൂന്നാമത്തെ പോയിന്റ്, തൊഴിലാളികളുടെ ദുരിതങ്ങൾ. റഷ്യയിൽ വ്യാവസായികവൽക്കരണം ആരംഭിച്ചു എങ്കിലും നമ്മൾ വ്യാവസായികവൽക്കരണം ഇംഗ്ലണ്ടിലാണ് ആദ്യമായി ആരംഭിക്കുന്നത്. അത് മിക്കവാറും എല്ലാ വീഡിയോയിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ ക്രമേണ എല്ലാ രാജ്യങ്ങളിലേക്കും, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എല്ലാം എന്ത് ചെയ്യുന്നു? വ്യാവസായിക വിപ്ലവം എത്തുകയുണ്ടായി. അപ്പോൾ ഈ റഷ്യയിൽ വ്യാവസായികവൽക്കരണം ആരംഭിച്ചു എങ്കിലും പകുതിയിലധികം മൂലധനവും വിദേശ മുതലാളിമാരുടേതായിരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ വിദേശ മുതലാളിമാരാകട്ടെ ലാഭം മാത്രമാണ് ലക്ഷ്യം വെച്ചിരുന്നത്. തൊഴിലാളികളെ എല്ലാ രീതിയിലും ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു, ചൂഷണം ചെയ്യുകയാണ് ഉണ്ടായത്. തദ്ദേശ മുതലാളിമാർക്ക് മതിയായ മൂലധനം ഇല്ലാതിരുന്നതിനാൽ, തദ്ദേശ മുതലാളിമാരെന്ന് പറയുമ്പോൾ ആരാണ്? റഷ്യയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന മുതലാളിമാർ. അപ്പോൾ അവർക്ക് അവരുടെ കൈകളിൽ എന്തില്ല? മതിയായ മൂലധനം, ക്യാപിറ്റൽ ഇല്ലാതെ വരികയും കൃഷി ഇറക്കാനും മറ്റും കയ്യിൽ കാശൊന്നും ഇല്ലാതിരുന്നതിനാൽ അവർ തൊഴിലാളികളുടെ വേതനം വെട്ടിച്ചുരുക്കി. മനസ്സിലായല്ലോ? അതായത് തൊഴിലാളികൾക്ക് അവർ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഒരിക്കലും വേതനം, കൂലി ലഭിച്ചിരുന്നില്ല. അവർക്ക് വേണ്ടി അവരെ ചൂഷണം ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള മുതലാളിമാർ ഇവരുടെ വേതനം, അവർക്ക് കൊടുക്കുന്ന ശമ്പളം വെട്ടിച്ചുരുക്കി. അപ്പോൾ ഇത് സ്വാഭാവികമായും തൊഴിലാളികളിൽ അസംതൃപ്തി ഉണ്ടാക്കും. അപ്പോൾ ഫാക്ടറികളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ അവസ്ഥ വളരെ ഭയാനകമായിരുന്നു. അവർക്ക് എല്ലാവിധ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു. ഫാക്ടറികളിലൊന്നും സമയബന്ധിതമായിട്ടൊന്നും ജോലി ചെയ്യിപ്പിക്കുമായിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു സമയക്രമം. ഇപ്പോഴാണെങ്കിലോ ഏതെങ്കിലും ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലായാലും നമുക്കൊരു സമയമുണ്ടല്ലോ, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ, അത്രയും സമയം നമുക്ക് ജോലി ചെയ്താൽ മതി. ഇപ്പോൾ അതിനൊക്കെ നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ജനങ്ങൾ, ഈ ഫാക്ടറികളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയാനകമായിരുന്നു. അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. തൊഴിലാളികളുടെ ദുരിതങ്ങളിൽ വരുന്നത്, അവിടെ എഴുതേണ്ടത് വ്യാവസായിക വിപ്ലവം. അതിനെക്കുറിച്ച് ഓർത്തോളണം. എല്ലാ രാജ്യങ്ങളിലും വ്യാവസായിക വിപ്ലവം നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കിയപ്പോൾ റഷ്യയിൽ എന്താണ് സംഭവിച്ചത്? പകുതിയിലധികം മൂലധനവും വിദേശ മുതലാളിമാർ, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മുതലാളിമാർ കൈയടക്കി വെച്ചിരുന്നു. അപ്പോൾ ഈ വിദേശ മുതലാളിമാരുടെ ലാഭം, അവർക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ലാഭം കൊയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുകയാണ്? ലാഭം ലക്ഷ്യം വെച്ച് എല്ലാ അർത്ഥത്തിലും ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണ്. അതുപോലെ തദ്ദേശീയരായിരുന്ന മുതലാളിമാരുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന മുതലാളിമാർക്ക് അവർക്ക് കയ്യിൽ നിന്നും മുടക്കാനുള്ള മുടക്കുമുതലില്ല, മൂലധനം അവരുടെ കയ്യിലില്ലാത്തതിനാൽ അവർക്ക് കാശില്ലല്ലോ. അവരെന്ത് ചെയ്യുന്നു? അതിനത്രയും തൊഴിലാളികളുടെ വേതനം, ശമ്പളത്തെ വെട്ടിച്ചുരുക്കി. അപ്പോൾ സ്വാഭാവികമായും തൊഴിലാളികളുടെ കയ്യിൽ എന്തെത്തുന്നത് കുറയും? അവർക്കുള്ള വേതനം എത്തുന്നത് കുറയുന്നൊരവസ്ഥ ഉണ്ടാക്കി. ഫാക്ടറികളിൽ ജോലി ചെയ്തിരുന്നവരുടെ അവസ്ഥയാണെങ്കിൽ വളരെ ഭയാനകമായിരുന്നു. എല്ലാവിധ അവകാശങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. പിന്നീടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ട്രേഡ് യൂണിയനുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയാണ് മൂന്നാമത്തെ പോയിന്റ്, തൊഴിലാളികളുടെ ദുരിതങ്ങളിൽ എഴുതാനായിട്ടുള്ളത്. നാലാമത്തേത്, സാമൂഹിക അസമത്വങ്ങൾ.
സാമൂഹികമായി ഒരുപാട് അസമത്വങ്ങൾ ആ കാലഘട്ടത്തിൽ റഷ്യയിൽ നിലനിന്നിരുന്നു. ഭരണാധികാരികൾ അവരെന്താണ്, ഒരു പ്രത്യേക വർഗം അല്ലേ. നമുക്കറിയാം, പാവപ്പെട്ടവർ അല്ലെങ്കിൽ കർഷകർ, അടിയാന്മാർ, ഇങ്ങനെ ഓരോ വിഭാഗം ഏറ്റവും താഴേക്കിടയിലുള്ളവരുടെ അവസ്ഥ എന്തായിരുന്നു, വളരെ പരിതാപകരമായിരുന്നു. ഏറ്റവും മുകളിലോട്ടുള്ള ഭരണാധികാരികളും പ്രഭുക്കന്മാരും ഒക്കെ എന്ത് ചെയ്തു, അവർ നല്ല ജീവിതം അനുഭവിച്ചപ്പോൾ സാധാരണക്കാരുടെ ജീവിത രീതി വളരെ കഷ്ടത നിറഞ്ഞതായിരുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഭരണാധികാരികൾ ഒരു പ്രത്യേക വർഗമായി സ്വയം രൂപം കൊണ്ടു. പ്രഭുക്കന്മാരും വൈദികരിലെ ഉയർന്ന വർഗവും, വൈദികരെന്ന് പറയുമ്പോൾ എന്താണ്, സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കും ദൈവത്തിനുമിടയിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരല്ലേ. അന്നത്തെ കാലത്ത് വൈദികർക്കും സമൂഹത്തിൽ ഒരുപാട് ഉന്നതമായ സ്ഥാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ വൈദികരിലുള്ള ഉയർന്ന വർഗവും സമൂഹത്തിലെ പ്രബലമായ മറ്റൊരു വർഗമായിരുന്നു. ഇവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഇവർ മുഖം തിരിച്ചു നിന്നു. അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇവർ ശ്രമിച്ചില്ല. കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല. സമൂഹത്തിലെ എല്ലാ രീതിയിലുള്ള സുഖ സൗകര്യങ്ങളും ആർക്കുണ്ടായിരുന്നു, പ്രഭുക്കന്മാർക്കും അതുപോലെ വൈദികർക്കും ഈ ചക്രവർത്തിമാർക്ക് അല്ലേ, രാജാക്കന്മാർക്ക്, ഭരണാധികാരികൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതാണ് സാമൂഹികമായ അസമത്വം. അടുത്ത പോയിന്റ്, റഷ്യൻ ജപ്പാൻ യുദ്ധം. 1904 റഷ്യയും ജപ്പാനും തമ്മിലുണ്ടായ യുദ്ധത്തിൻ്റെ പര്യവസാനത്തിൽ ഒരു വലിയ രാജ്യമായ റഷ്യ എന്ത് ചെയ്യുകയാണ്, ഒരു ചെറിയ ദ്വീപ് രാജ്യമായ ജപ്പാൻ്റെ മുന്നിൽ അടിയറവ് പറയേണ്ടതായിട്ട് വന്നു. അപ്പോൾ 1904 ജപ്പാനും റഷ്യയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുന്നു. ആ യുദ്ധത്തിൻ്റെ അവസാനം റഷ്യ പരാജയപ്പെടുകയാണ്. വലിയ രാജ്യമായ റഷ്യ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ദ്വീപിൻ്റെ അത്രയുള്ള, ഒരു ചെറിയ ഐലൻഡിൻ്റെ അത്രയുള്ള ജപ്പാൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായി അവിടുത്തെ ജനങ്ങൾ എന്ത് വിചാരിക്കും, തങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് തങ്ങളുടെ രാജ്യം പരാജയപ്പെട്ടതെന്നല്ലേ കരുതൂ. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ സാറിസ്റ്റ് ഭരണത്തിൻ്റെ കഴിവില്ലായ്മ അവിടെ ഒരു സംസാര വിഷയമായി മാറുന്നു. ജനങ്ങൾ ഒരിക്കലും ഇവരെ അപ്പോൾ എന്ത് ചെയ്യില്ല, അനുസരിക്കില്ല. ദുർബല ഭരണാധികാരികൾക്കെതിരെ ശക്തമായി പൊതുജനങ്ങൾ തന്നെ മുന്നോട്ട് വരുന്നു, രംഗത്ത് വരുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ ഒരു യുദ്ധം കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ രാജ്യത്ത് ഭയങ്കരമായ രീതിയിൽ എന്തുണ്ടാവും, ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടാകും. റഷ്യയെയും എന്ത് ചെയ്തു, ഈ രൂക്ഷമായ ക്ഷാമം അല്ലേ, ഈ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം എവിടെയും വരികയാണ്, റഷ്യയിലും ഉണ്ടാകുകയാണ്. ഈ ക്ഷാമത്തെ പരിഹരിക്കുന്നതിന് ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. ഇത് ആളുകളെ കൂടുതൽ അസംതൃപ്തരാക്കി. മനസ്സിലായല്ലോ. അപ്പോൾ റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ ചെറിയൊരു രാജ്യമായ ജപ്പാനോട് റഷ്യ പരാജയപ്പെട്ടത് അവിടുത്തെ ജനങ്ങൾക്ക് രാജാക്കന്മാരിൽ, ഭരണാധികാരികളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും പൊതുജനങ്ങൾ തന്നെ ശക്തരായി മുന്നോട്ട് വരികയും ചെയ്തു ഇവർക്കെതിരെ. അതുപോലെ തന്നെ ഒരു യുദ്ധത്തിൻ്റെ കെടുതിയിൽ അവരുടെ രാജ്യത്ത് എന്തുണ്ടാവുകയാണ്, അവർക്ക് കഴിക്കാൻ പോലും ആഹാരമില്ലാത്ത അവസ്ഥ, ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും ആ ക്ഷാമത്തെ പരിഹരിക്കുന്നതിന് ഭരണാധികാരികൾക്ക് കഴിയാതെ വരികയും ചെയ്തു. ഇത് ആളുകളെ കൂടുതൽ അസംതൃപ്തരാക്കുകയും വിപ്ലവത്തിലേക്ക് നയിക്കുകയും ചെയ്തു. നെക്സ്റ്റ് പോയിന്റ്, ആറാമത്തേത്, റഷ്യൻ ഇതര ദേശീയതയുടെ പ്രശ്നങ്ങൾ. ആ വാക്കിൽ തന്നെയുണ്ട് റഷ്യൻ ഇതര, റഷ്യയിലെ അല്ലാത്തത് അല്ലേ, ദേശീയതയുടെ പ്രശ്നങ്ങൾ. അതായത് റഷ്യയുടെ കീഴിലുണ്ടായിരുന്ന ഏഷ്യൻ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ റഷ്യൻ ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതോടെ തദ്ദേശീയർ ദേശീയപരമായി റഷ്യക്കെതിരെ അണിനിരന്നു. മനസ്സിലായല്ലോ. അതാണ് റഷ്യൻ ഇതര ദേശീയതയുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അവരുടെ കീഴിലുണ്ടായിരുന്ന, ഈ റഷ്യയുടെ കീഴിലുണ്ടായിരുന്ന ഏഷ്യൻ ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ ജനങ്ങളിൽ അല്ലെങ്കിൽ ഏഷ്യൻ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ കൂടി റഷ്യൻ ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇതവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ജനങ്ങളെ ദേശീയപരമായി എന്ത് ചെയ്യുന്നു, റഷ്യക്കെതിരെ തിരിയുന്നതിന് കാരണമായി. നെക്സ്റ്റ്, ഏഴാമത്തെ പോയിന്റ്, ബൗദ്ധികമായ കാരണങ്ങൾ. അതിലാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് വിപ്ലവ വീര്യം പകർന്ന നേതാക്കളെയൊക്കെ നമ്മൾ പറയേണ്ടത് ഈ ബൗദ്ധികമായ കാരണങ്ങളിലാണ്. റഷ്യൻ ജനതയുടെ മനസ്സിൽ അസംതൃപ്തിയുടെയും വിപ്ലവത്തിൻ്റെയും വിത്തുകൾ വിതച്ചത് ആ കാലഘട്ടത്തിലെ ബുദ്ധിജീവികളാണ്. കുറേ ചിന്തകന്മാരായിരിക്കും എല്ലാ രാജ്യത്തും ഉണ്ടാവും അല്ലേ. ലോകത്തെമ്പാടുമുള്ള വിപ്ലവങ്ങൾ നമ്മൾ നോക്കിയാൽ ആ വിപ്ലവങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന നല്ലവരായ കുറേ ചിന്തകന്മാരുണ്ടായിരുന്നു. അവരുടെ കുറേ തത്വചിന്തകളും ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ജനങ്ങൾക്ക്
കാര്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്ന മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെയും ഈ കാലഘട്ടത്തിലും അങ്ങനെ കുറേ ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ റഷ്യൻ ചിന്തകരുടെയും വിദ്യാസമ്പന്നരുടെയും മനസ്സിനെ കാറൽ മാർക്സിൻ്റെ ആശയങ്ങൾ കീഴടക്കി. മനസ്സിലായല്ലോ? അപ്പോൾ കാറൽ മാർക്സ് എന്നും പറയാം, കാൾ മാർക്സ് എന്നും പറയാം. ഞങ്ങളൊക്കെ പഠിച്ചത് കാറൽ മാർക്സ് എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ളത് കാൾ മാർക്സ് എന്നാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതുപോലെ പഠിക്കാം. അപ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ റഷ്യയിലെ ചിന്തകന്മാരുടെയും വിദ്യാസമ്പന്നരുടെയും മനസ്സിനെ കാൾ മാർക്സിൻ്റെ ആശയങ്ങൾ കീഴടക്കി തൊഴിലാളി വർഗം മാർക്സിസ്റ്റ് ആശയങ്ങളിൽ മുഴുകി. ഭയങ്കരമായിട്ട് അവർക്കൊരു ആവേശമായിരുന്നു ഈ മാർക്സിസ്റ്റ് ആശയങ്ങളെന്ന് പറയുന്നത്. ബുദ്ധിജീവികൾ തൊഴിലാളികളെയും കർഷകരെയും വിപ്ലവ ബോധമുള്ളവരാക്കി തീർത്തു. നെക്സ്റ്റ്, ഏറ്റവും പ്രധാന കാരണമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് പെട്ടെന്നുണ്ടായ കാരണം, റഷ്യൻ റവല്യൂഷനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പെട്ടെന്നുണ്ടായ കാരണം. 1-ാം ലോക മഹായുദ്ധത്തിൽ റഷ്യയ്ക്കുണ്ടായ കനത്ത പരാജയമാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം. 1-ാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ അതിനുള്ള പ്രധാന കാരണം പഠിച്ചത് രാജകുമാരനെ വെടിവെച്ച് കൊന്ന കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് എന്താണ്? റഷ്യയുടെ പരാജയം. ഫസ്റ്റ് വേൾഡ് വാറിൽ റഷ്യ പരാജയപ്പെട്ടത്. ജർമ്മനിക്കെതിരെ പോരാടിയ റഷ്യൻ സൈനികർ തുടർച്ചയായി പരാജയങ്ങളെ നേരിട്ടു. യുദ്ധത്തിലേറ്റ പരാജയങ്ങളും അതുപോലെ ഭക്ഷ്യ ദൗർലഭ്യം, അവർക്ക് ക്ഷാമം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, അതും ആളുകളെ റഷ്യൻ ഗവൺമെൻറ്റിനെതിരെ രോഷാകുലരാക്കി, ഗവൺമെൻറ്റിനെതിരെ തിരിയുന്നതിന് കാരണമായി മാറി. ഈ അന്തരീക്ഷത്തിലാണ് റഷ്യൻ വിപ്ലവം ആരംഭിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടായ കാരണം 1-ാം ലോക മഹായുദ്ധത്തിൽ റഷ്യയ്ക്കുണ്ടായ കനത്ത പരാജയമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയുമാണ് റഷ്യൻ വിപ്ലവത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി നമുക്ക് നാളെ എക്സാമാണ്. ഇതിന് മുന്നേ ഇനി നിങ്ങൾക്ക് നോക്കട്ടെ 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അല്ലാതെ ഇനി നമ്മളിങ്ങനെയുള്ള വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, പഠിക്കാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കണേ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. താങ്ക് യു.